നമ്മുടെ സാങ്കേതികവിദ്യ ഉപയോഗിക്കുന്നതിന് മുമ്പുള്ള ഏലച്ചെടിയുടെ അവസ്ഥയാണിത്. വിളവ് കിട്ടാൻ യാതൊരു സാധ്യതയും ഇല്ലാത്ത ഏലച്ചെടികളിൽ പോലും നമ്മുടെ ഈ മോഡേൺ ടെക്നോളജി ഉപയോഗിച്ച് 100 മേനി വിളവ് ഉൽപ്പാദിപ്പിച്ച് നൽകിയിരിക്കും. അത് തീർച്ച. വണ്ടർ കാർഡമം കർഷകർക്കായി പ്രൊവൈഡ് ചെയ്യുന്ന സർവീസിന്റെ ഫസ്റ്റ് സ്റ്റെപ്പാണിത്. നിങ്ങൾ ഞങ്ങളെ കോൺടാക്ട് ചെയ്തതിനു ശേഷം നിങ്ങളുടെ തോട്ടത്തിലെത്തി സമയമെടുത്ത് നിങ്ങളുടെ ഏലച്ചെടിയിലെ രോഗങ്ങൾ കൃത്യമായി കണ്ടുപിടിച്ച് നിങ്ങൾക്ക് കാണിച്ചു തന്ന് ആ രോഗങ്ങൾ ഉണ്ടാകാനുള്ള കാരണങ്ങളും അത് പരിഹരിക്കാനുള്ള മാർഗങ്ങളും പറഞ്ഞു തരുന്നു. അതോടൊപ്പം നിങ്ങളുടെ എല്ലാ സംശയങ്ങൾക്കുമുള്ള 100% ഉത്തരങ്ങളും ഞങ്ങളിൽ നിന്ന് ലഭിക്കുന്നു. ഏലച്ചെടികളിലെ രോഗങ്ങൾ പൂർണ്ണമായി മാറ്റിയതിനു ശേഷം മാത്രമേ നമ്മൾ മോഡേൺ ടെക്നോളജി അപ്ലൈ ചെയ്ത് ആരംഭിക്കുകയുള്ളൂ. നിങ്ങളുടെ തോട്ടം വിസിറ്റ് ചെയ്യുന്നതിന് ഞങ്ങൾ 5 പൈസ പോലും കൈപ്പറ്റില്ല. ഇത് നമ്മൾ തോട്ടം എടുത്തു കഴിഞ്ഞ് നമ്മളെ പണി നല്ലപോലെ പണിത് റെഡിയാക്കി കൊണ്ടുവന്ന തോട്ടമാണ്. ഇപ്പോൾ ഒരു ചെടിയുടെ ചുവട്ടിലൊരു 75 to 100 ചിമ്പിന് മേളിൽ ചിമ്പുണ്ട്. പിന്നെ ഇപ്പം സൗസാറുമായിട്ട് സംസാരിച്ച് കഴിയുമ്പോഴത്തേക്ക് സൗസാറ് മറ്റേ ഇതിൽ ചെയ്യേണ്ട രീതികളും കാര്യങ്ങളെല്ലാം പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിലാണ് ഇനി മുന്നോട്ട് പോകാനായിട്ട് ഇരിക്കുന്നത്. അപ്പോൾ സൗസാർ നമ്മളോട് പറഞ്ഞേക്കുന്നത് 1500 കിലോ ഏക്കറിന് നമുക്ക് കായ എടുക്കാം. ഇപ്പോഴത്തെ ഈ ചെടിയുടെ ഇപ്പോഴത്തെ നിലവിലുള്ള കണ്ടീഷൻ കണ്ടുണ്ട്. പിന്നെ കുറച്ച് കംപ്ലയിൻറ്റുകളുണ്ട്. ആ കംപ്ലയിൻറ്റുകൾ തീർത്ത് നമ്മൾ അവരതിനുള്ള റെമഡി പറഞ്ഞിട്ടുണ്ട്. അതിനുള്ള മരുന്ന് നമ്മൾ ചെയ്യുന്നുണ്ട്. ആ ചെയ്ത് മാറ്റിക്കൊണ്ട് നമുക്ക് ഈ സീസണിൽ ഒരു 1500 കിലോയ്ക്ക് മേലുള്ള കായയുടെ കാര്യം സൗസാർ നമുക്ക് ഗ്യാരണ്ടി തന്നിട്ടുണ്ട്. അപ്പോൾ അവർ പറയുന്ന അതേ കണ്ടീഷനാണ് നമ്മളിനി മുന്നോട്ട് പോകാനായിട്ട് ഇരിക്കുന്നത്. ഇന്നത്തെ നമ്മുടെ യാത്ര ഇടുക്കി ജില്ലയുടെ സൗന്ദര്യ റാണിയായ കുട്ടിക്കാനം കുമിളി റൂട്ടിലൂടെയാണ്. പ്രകൃതി സൗന്ദര്യവും ചരിത്ര പ്രാധാന്യവും നിറഞ്ഞു നിൽക്കുന്ന ഈ സ്ഥലങ്ങൾ നമുക്ക് സമ്മാനിക്കുന്നത് സ്വപ്നതുല്യമായ അനുഭവങ്ങളാണ്. തേയിലത്തോട്ടങ്ങളും ഏലമലക്കാടുകളും നൽകുന്ന ഹരിതഭംഗി ചില്ലറയൊന്നുമല്ല. പച്ചപ്പട്ടണിഞ്ഞു നിൽക്കുന്ന ഈ പ്രകൃതി കണ്ടാൽ ആരും ഇമ വെട്ടാതെ നോക്കി നിന്നു പോകും. കുട്ടിക്കാനം ഒരു പ്രശസ്തമായ ഹിൽ സ്റ്റേഷനാണ്. ഇവിടെയുള്ള തട്ടാത്തിക്കാനം പൈൻ ഗാർഡൻ മുതൽ പരുന്തുംപാറ, പട്ടുമലപ്പള്ളി തുടങ്ങി വ്യത്യസ്തമായ ഇടങ്ങൾ കുട്ടിക്കാനം കുമിളി റൂട്ടിൽ യാത്ര ചെയ്യുന്നവർക്ക് ഒരിക്കലും മറക്കാനാവാത്ത അനുഭവങ്ങൾ സമ്മാനിക്കുന്നു. പഴയ പാമ്പനാറിൽ നിന്ന് ഇടത്തേക്ക് തിരിഞ്ഞ് നമ്മൾ പ്രവേശിക്കുന്നത് റാണികോവിൽ എന്ന അതിസുന്ദരമായ കൊച്ചു ഗ്രാമത്തിലേക്കാണ്. തേയിലത്തോട്ടങ്ങളും ഏലച്ചെടികളും കൊണ്ട് സമ്പന്നമായ പ്രദേശം. മറ്റൊരു ലോകത്തേക്ക് പ്രവേശിക്കുന്ന അനുഭൂതിയാണ് ഈ സുന്ദര ഗ്രാമം നമുക്ക് പകരുന്നത്. ആഴിച്ചാട്ടം ഉത്സവം പോലുള്ള സാംസ്കാരിക പരിപാടികൾക്ക് പ്രസിദ്ധമാണ് ഈ സ്ഥലം. കാർഷിക രംഗത്ത് ജോലി ചെയ്യുന്നവരാണ് ഈ മേഖലയിൽ ഭൂരിഭാഗവും. ഇവിടെ ഒരു ക്വാറി പ്രവർത്തിക്കുന്നുണ്ട്. ഇന്ന് ബുധനാഴ്ച ആയതിനാൽ അവധിയാണ്. മറ്റു ദിവസങ്ങളിൽ 100 കണക്കിന് ലോറിയും ടോറസുകളും ഈ വഴി സഞ്ചരിക്കാറുണ്ട്. യാതൊരു ബഹളങ്ങളുമില്ലാതെ ഈ പാതയിലൂടെ യാത്ര ചെയ്യുമ്പോൾ കിട്ടുന്ന അനുഭവം പറഞ്ഞറിയിക്കാൻ വയ്യ. എല്ലാവർക്കും നമസ്കാരം. വണ്ടർ കാർഡമത്തിൻ്റെ ഇന്നത്തെ യാത്ര നല്ല പച്ചപ്പ് നിറഞ്ഞ മനോഹാരിത നിറഞ്ഞ ഒരു ഏലത്തോട്ടത്തിലാണ് നമ്മൾ ഇന്നുള്ളത്. നമ്മുടെ ഇടുക്കി ജില്ലയിലെ കുട്ടിക്കാനം കുമിളി റൂട്ടിൽ നമ്മുടെ പഴയ പാമ്പനാറിനോട് ചേർന്നുള്ള റാണികോവിൽ എന്ന് പറയുന്ന ഒരു കൊച്ചു ഗ്രാമത്തിൽ, അതുപോലെ തന്നെ അതിസുന്ദരമായ ഒരു ഗ്രാമപ്രദേശത്താണ് നമ്മൾ ഇന്ന് എത്തി നിൽക്കുന്നത്. നമ്മോടൊപ്പം ഇന്നുള്ള ഗസ്റ്റ് 2 പേരുണ്ട്. ഇത് നമ്മുടെ സ്വന്തം അഭിചേട്ടനും, അതുപോലെ തന്നെ ഇത് മോഹൻലാൽ എന്ന് വിളിപ്പേരുള്ള അഭിലാഷ് ചേട്ടനും. എനിക്ക് ഈ മുഖം നോക്കിയാൽ മനസ്സിലാവും, കറക്റ്റ് നമ്മുടെ മോഹൻലാലിൻ്റെ, നമ്മുടെ ലാലേട്ടൻ്റെ ലുക്കാണ് ആ നടപ്പിലും വെടുപ്പിലും ഭാവത്തിലൊക്കെ. അപ്പോൾ ഞങ്ങൾ വന്നപ്പോൾ തൊട്ട് സ്വന്തമായിരുന്നു. അപ്പോൾ ഇവരെല്ലാം അത് കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലാവുന്നത് ഇവരെല്ലാം മോഹൻലാൽ ലാലേട്ടൻ എന്നുള്ള ഇരട്ടപ്പേരിലാണ് ഇദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ അഭിസാറ് സ്വന്തം നാട് എവിടെയാ? സ്വന്തം നാട് പാല. അഭിചേട്ടൻ്റെ സ്വന്തം നാട് പാലയാണ്. ഇവിടെ എത്തിയിട്ട് എത്ര കാലമായി?
ഇവിടെ മമ്മിയുടെയൊക്കെ ചെറുപ്പത്തിൽ ഏകദേശം ഒരു 50 വർഷത്തിന് മുകളിലായി ഇവിടെ എത്തിയതിനു ശേഷം നമ്മൾ പരമ്പരാഗതമായിട്ട് ഏലകൃഷി ചെയ്ത് വരികയാണല്ലേ? അല്ല, പരമ്പരാഗതമായിട്ട് ഏലകൃഷിയില്ല. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഞാൻ നേരത്തെ ഒരു പെസ്റ്റിസൈഡ് കമ്പനിയിലായിരുന്നു ജോലിയായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് മാറി ഞാൻ സ്വന്തമായിട്ട് പെസ്റ്റിസൈഡ് ഷോപ്പൊക്കെ തുടങ്ങിയതാണ്. അത് വിട്ടിട്ടാണ് ഇപ്പോൾ ഏലകൃഷിയിലേക്ക് വന്നത്. അപ്പം അങ്ങനെ ഏലകൃഷിയിലേക്ക് വന്നതാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടെ എത്തിയതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു എപ്പിസോഡ് നമ്മുടെ യൂട്യൂബിലും ഫേസ്ബുക്കിലും ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മൾ ഒരു കാർഷിക വിപ്ലവം, ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു കാർഷിക വിപ്ലവം നമ്മൾ ഫേസ്ബുക്കിൽ യൂട്യൂബിലായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അത് 3 ലക്ഷത്തിലധികം ആൾക്കാർ ഈ രണ്ടിടത്തുമായിട്ട് ആ വീഡിയോ കാണുകയും അതിലൂടെ നമുക്ക് ധാരാളം എൻക്വയറീസ് വരികയും ചെയ്തു. ഇപ്പോൾ നമ്മൾ ആ ഒരു എപ്പിസോഡിന് ശേഷം ഇപ്പോൾ 200-ലധികം കർഷകരാണ് നമ്മുടെ കോൺടാക്റ്റ് ചെയ്ത് നമ്മൾ അവരുടെ ഏലത്തോട്ടത്തിൽ നമ്മുടെ സർവീസ് നമ്മൾ ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ ആ 200-ലധികം കർഷകരെന്ന് പറയുമ്പോൾ അതിൽ 50 ഏക്കറും 60 ഏക്കറുമുള്ള കർഷകരുണ്ട്. അതുപോലെ തന്നെ 1-2 ഏക്കറുള്ള കർഷകർ വരെയുണ്ട്. അങ്ങനെ ധാരാളം കർഷകർ നമ്മുടെ ഈ ഒരു സർവീസിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. നമ്മൾ ഏലത്തോട്ടങ്ങളിലൂടെ പോയി സന്ദർശനം ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ്, കാരണം നമ്മൾ അന്ന് ആ വീഡിയോയിൽ കൂടുതൽ കാര്യമൊന്നും വെളിപ്പെടുത്തിയിരുന്നില്ല, പക്ഷേ നമ്മൾ ഇന്നത്തെ എപ്പിസോഡിലൂടെ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് നമ്മൾ വളരെ കൃത്യമായിട്ട് ഈ ഒരു എപ്പിസോഡിലൂടെ നമ്മൾ പ്രേക്ഷകരിലേക്ക് അറിയിക്കാനായിട്ട് പോവുകയാണ്. നമ്മുടെ അന്നത്തെ വീഡിയോയ്ക്ക് ശേഷം നമ്മൾ അന്ന് വീഡിയോ കാണിച്ച നമ്മുടെ സ്വന്തം മൺട്രക്കാടമത്തിൻ്റെ സാവുസാറിൻ്റെ തോട്ടമായിരുന്നു. അപ്പോൾ കർഷകർ ഒരുപാട് പേര് ആ ഒരു തോട്ടം സന്ദർശിക്കാനായിട്ട് എത്തിയെന്നുള്ളതാണ്. ഇവരും അങ്ങനെ ആ തോട്ടം സന്ദർശിക്കാനായിട്ട് എത്തിയിരുന്നു. അന്ന് ആ തോട്ടം വന്ന് കണ്ടപ്പോൾ നിങ്ങൾക്ക് എന്താ തോന്നിയത്? ഞങ്ങൾക്ക് വളരെ അത്ഭുതം തോന്നിയായിരുന്നു. കാരണം വെച്ചാൽ നമുക്ക് ഈ സമയത്ത് പോലും കായ അതിനകത്ത് നല്ലപോലെ നിൽക്കണം. നിലവിൽ 35 ഒരു കൊത്തേന്ന് തന്നെ 35 കാ 38 കാ വരെ എടുത്തിട്ടുണ്ട്. വീണ്ടും കാ നിൽക്കുകയാണ്. അപ്പം അത് കണ്ടപ്പോഴത്തേക്ക് നമുക്ക് ഭയങ്കര ഒരു അത്ഭുതം തോന്നി. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു എപ്പിസോഡ് നേരത്തെ എടുക്കേണ്ടതായിരുന്നു. പക്ഷേ നമുക്ക് ഇത്രയധികം എൻക്വയറീസ് വന്നതുകൊണ്ട് നമുക്ക് എല്ലാ തോട്ടങ്ങളിലും ഓടി എത്തേണ്ടതുള്ളത് കൊണ്ട് അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോയ്ക്ക് അല്പം താമസം വന്നത്. നമുക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാനുള്ള സമയം കിട്ടിയില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇന്ന് എന്താണെങ്കിലും നമ്മൾ സമയം കണ്ടുപിടിച്ച് ഇന്ന് എപ്പിസോഡ് എടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഇവരുടെ തോട്ടത്തിൻ്റെ പ്രത്യേകതകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മുടെ ഇവിടെ ഇന്ന് നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് എടുക്കണം. അതായത് നമ്മൾ എങ്ങനെയാണ് നമ്മളെ ഒരു തോട്ടം എൻക്വയറിക്ക് തന്നതിന് ശേഷം നമ്മളൊരു തോട്ടം ഏൽപ്പിച്ചതിന് ശേഷമുള്ള ആദ്യത്തെ സ്റ്റെപ്പ് എന്താണെന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ 30 ഏക്കർ അല്ലേ? 30 ഏക്കർ തോട്ടമാണ്. ഈ 30 ഏക്കർ തോട്ടത്തിൽ നമ്മൾ എന്താണ് ആദ്യപടിയായിട്ട് ചെയ്യുന്നത് എന്നുള്ള എല്ലാ ഡീറ്റെയിൽസും ഈ ഒരു എപ്പിസോഡിലൂടെ നിങ്ങൾക്ക് കിട്ടാനായിട്ട് പോവുകയാണ്. അതുകൊണ്ട് ഒട്ടും സ്കിപ്പ് ചെയ്യാതെ ഒരു വീഡിയോ മുഴുവനായിട്ട് കാണുക. അപ്പോൾ ധാരാളം കർഷകർ ഇപ്പോഴും നമ്മളെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം ഞങ്ങളുടെ സേവനത്തിൻ്റെ ഒരു ഇത് പറയാമോ, എങ്ങനെയുണ്ട് നമ്മൾ വണ്ടർക്കാട് വന്ന സേവനമെന്ന്? അല്ല, ഞാൻ സാബുസാറുമായിട്ട് സംസാരിക്കുകയും അപ്പം ഞാൻ സാബുസാറുമായിട്ട് നിരന്തരമായിട്ട് ഇപ്പോൾ ഒരു കുറച്ച് നാളായിട്ട് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ സാബുസാറിന് വരാനായിട്ടുള്ള പല ബുദ്ധിമുട്ടുകൾ കൊണ്ട്, അതായത് പുള്ളിക്ക് അവിടെ ഇവിടെ എല്ലാം ഭയങ്കര എൻക്വയറി ആയതുകൊണ്ട് ഇന്നാണ് സാബുസാർ ഇവിടെ എത്തുന്നത്. അപ്പം ഇപ്പം ഇതിൻ്റെ ഓരോ ടൈം പീരീഡിലുള്ള മരുന്നടി കാര്യങ്ങൾ എല്ലാം നമുക്ക് വാട്സപ്പിൽ അയച്ചു തന്നു. അപ്പം ആ രീതിയിൽ മുന്നോട്ട് പോകാനാണ് ഞങ്ങളുടെ. അപ്പോൾ നമ്മൾ ആദ്യപടിയായിട്ട് നമ്മൾ തോട്ടത്തിൽ വന്നതിന് ശേഷം വളരെ സമയമെടുത്ത് കൃത്യമായിട്ട് ചെടികൾ പഠിച്ച് അതിനുള്ള രോഗങ്ങൾ എന്താണെന്ന് കണ്ട് വളരെ കൃത്യമായിട്ട് അതിനുള്ള പരിഹാരം, നമ്മുടെ ക്വാറന്റൈൻ പീരീഡ് എന്ന് പറയുന്നത് പോലെ അതിനുള്ള പരിഹാരം എന്താണെന്നുള്ളതാണ് നമ്മുടെ ആദ്യത്തെ പടി. നിങ്ങൾക്ക് ഈ ഒരു എപ്പിസോഡ് കാണുമ്പോൾ മുഴുവനായിട്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവും, എങ്ങനെയാണ് ഇതിൻ്റെ ആ ഒരു ഫോർമാറ്റ് പോകുന്നതെന്ന്. ഈ ഒരു എപ്പിസോഡ് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക. പോകാം വ്യത്യസ്തമായ ഒരു അധ്യായത്തിലേക്ക്. നമസ്കാരം. അപ്പോൾ ആദ്യമേ നമ്മൾ ഒന്ന് സ്വയമായിട്ടൊന്ന് പരിചയപ്പെടുത്തുക. എൻ്റെ പേര് അബി, വീട് കുമ്പളിയാണ്. കുമ്പളി 1-ാമിലാണ് എൻ്റെ വീട്. ഞാനിപ്പം ഈ സ്ഥലം എടുത്തിട്ട് 1 വർഷമായി. നമ്മൾ ലീസിനെടുത്തേക്കുന്നതാണ്. ഇതെന്തേരെ സ്ഥലമുണ്ട്? ഇത് 30 ഏക്കറോളം വരും. 30 ഏക്കറോളം വരും അല്ലേ? അപ്പം അതിൻ്റെ കൃഷി രീതികളെല്ലാം നോക്കി നടത്തുന്നവരാണ് നമ്മുടെ കൂട്ടത്തിലുള്ള 2 പേര്. നിങ്ങൾ 2 പേരും എല്ലാം നോക്കുന്നത് അല്ലേ? നിങ്ങളിത് ഈ കൂട്ടത്തിൽ കൂടിയിട്ട് നമ്മൾ ഇത് ആദ്യമേ ചെടിയൊന്നും ഇല്ലായിരുന്നോ? ചെടി വളരെ മോശമായിട്ട് നിൽക്കുമായിരുന്നു. ചെടി ഉണ്ടായിരുന്നു. എന്നിട്ടോ ചെടി മോശമായിരുന്നു. പിന്നെ നമ്മൾ ചെടി വളർത്തി ഈ പരുവത്തിലാക്കി അല്ലേ? ഇത് ഇപ്പം നമ്മളിപ്പം വെള്ളമുണ്ടോ ഇവിടെ? വെള്ളമുണ്ട്. വെള്ള സൗകര്യമുണ്ട്. ആവശ്യത്തിന് വെള്ളമുണ്ടല്ലേ? വെള്ളം അടിക്കുന്നതിനൊക്കെ ആൾക്കാരൊക്കെ ഉണ്ടോ? ഉണ്ട് അല്ലേ? അപ്പം നമ്മളിവിടെ പ്രധാനമായിട്ട് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്, നമ്മൾ ഈ കഴിഞ്ഞ ഇടയ്ക്ക് ഒരു എപ്പിസോഡ് ഇട്ടായിരുന്നു. ആ എപ്പിസോഡിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ചൂട് കൂടിയ കാലാവസ്ഥയിൽ ഏറ്റവും അനുയോജ്യമായ രീതിയിൽ ചൂടിലും ഏലക്ക പിടിക്കുമെന്ന നമ്മൾ വീഡിയോ ഇട്ടതിനെ വെളിച്ചത്തിൽ എന്നെ നേരിട്ട് സമീപിച്ച ആളാണ് എബി. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഈ തോട്ടം ഇവിടെ വന്നത്. ഇപ്പോൾ അതിൻ്റെ ആദ്യത്തെ നടപടി എന്ന് വണ്ണം നമ്മൾ ഈ തോട്ടത്തിൽ ഒരു ക്വാറന്റൈൻ, നമ്മുടെ കോവിഡ് കാലത്തെ പോലെ ഒരു ക്വാറന്റൈൻ പീരീഡ് കണക്കാക്കി ഇതിൻ്റെ ചില നിയമങ്ങൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം.
അത് ചെയ്ത് ഈ തോട്ടം നല്ലവണ്ണം ആക്കാൻ വേണ്ടിയാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ വെളിച്ചത്തിൽ ഈ കാണുന്ന ചെടികളെല്ലാം എങ്ങനെയുണ്ടെന്ന് ഇപ്പം മുതൽ നമ്മൾ പല തവണയായിട്ട് ഇതിൻ്റെ ആദ്യത്തെ സ്റ്റേജ് മുതൽ നമ്മൾ ഈ പറഞ്ഞ അവസാനത്തെ സ്റ്റേജ് വരെ ഈ തോട്ടം കാണിക്കും. ഇപ്പോഴത്തെ അവസ്ഥ പറയുകയാണെങ്കിൽ ഈ ഓരോ ചെടിയൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഒരു 2000 കിലോ ഒക്കെ കിട്ടാവുന്ന രീതിയിലുള്ള ഉണക്കക്കായാണ്, പച്ചയല്ല, കിട്ടാവുന്ന ഒരവസ്ഥയിലാണ്. എന്നാ പറഞ്ഞാലും ഇതിൻ്റെ അകത്ത് ഒരു 1500 കിലോ എടുത്തു കൊടുക്കാനുള്ള എല്ലാവിധ സാധ്യതകളുമുണ്ട്. അതിനാദ്യമേ കുറേ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. അതൊക്കെ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്ത് ക്വാറൻറ്റൈൻ പോലെ തന്നെ ചെയ്ത് നമുക്ക് ഈ തോട്ടം അങ്ങനെ ആക്കാവുന്ന ഒരു വിശ്വാസം നിങ്ങൾക്കുണ്ടല്ലോ? 100% ഉണ്ട്. അപ്പോൾ ഈ നമ്മൾ അതിൻ്റെ അകത്തൊരു കാര്യമുണ്ട്. നമ്മൾ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു ടെക്നോളജി നിങ്ങൾക്ക് പറഞ്ഞു തരാം. അപ്പോൾ ആ ടെക്നോളജി അനുസരിച്ച്, ടെക്നോളജി എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്ന പറഞ്ഞാൽ ഒരു കാര്യം മാത്രമല്ല, എല്ലാ കാര്യങ്ങളും ഉണ്ട് അതിനകത്ത്. ഒരു ചെടി അതിൻ്റെ ആദ്യത്തെ ഇത് മുതൽ ചിമ്പ് മുതൽ അതിന് കായുണ്ടായി അവസാനം വരെയുള്ള ഭാഗങ്ങളുണ്ട്. അപ്പോൾ അതിൻ്റെ കെമിക്കൽ ഉപയോഗങ്ങൾ അതിൻ്റെ എല്ലാവരുടെ ആകത്തുകയാണ്. അപ്പോൾ ഈ വേനൽക്കാലത്തും കാ പിടിക്കുവാനുള്ള ആ ഒരു സാഹചര്യം ഈ തോട്ടത്തിൽ ഉണ്ടാക്കി കൊടുക്കുക എന്നതാണ് അതിന് ഏറ്റവും സിമ്പിളായ മാർഗ്ഗങ്ങൾ. നമ്മൾ ഇതുവരെ കേട്ടുകൊണ്ടിരിക്കുന്ന സിമ്പിളായ മാർഗ്ഗങ്ങളാണ് ഈ തോട്ടത്തിൽ അവലംബിക്കുന്നത്. അതനുസരിച്ച് നമ്മൾ ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ഇങ്ങനെ ഒരു നല്ലൊരു ആശയം ഇങ്ങനെ പിന്നെ നമ്മൾ യൂട്യൂബിൻ്റെ അകത്തും മീഡിയക്കകത്തും കണ്ടു കഴിഞ്ഞപ്പോൾ ഇങ്ങനെ തോന്നാനുള്ള കാരണം എന്നാ? ഞാൻ യൂട്യൂബിൽ ഈ വീഡിയോ കാണാൻ തുടങ്ങിയപ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക് ഓൾറെഡി ഞാൻ എപ്പോഴും നമ്മൾ ഈ ഫേസ്ബുക്ക് തോണ്ടിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് വൈഫ് പറഞ്ഞത് സ്ക്രോൾ ചെയ്ത് കളാം, നമുക്ക് കാണണ്ട എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ഇത് മാത്രം ഒന്ന് കണ്ടിട്ട് ഞാൻ ഓഫ് ചെയ്തേക്കാന്ന് പറഞ്ഞു. അങ്ങനെ അത് കണ്ടു കഴിയുമ്പോഴത്തേക്ക് എനിക്കത് നല്ലൊരു ആശയമാണെന്ന് തോന്നി. ആശയം തോന്നിയപ്പോൾ അന്നേരം തന്നെ ഞാൻ സൗസാറിനെ വിളിക്കുകയും നമ്മൾ തന്നെ സംസാരിക്കുകയും ചെയ്തു. സൗസാറിൻ്റെ സമയക്കുറവ് മൂലമാണ് നമ്മളിപ്പോൾ ഈ വീഡിയോ ഇന്ന് ചെയ്യാനുള്ള കാരണം. സൗസാറിന് വരാൻ പറ്റാത്തതുകൊണ്ടാണ്. അപ്പം സൗസാർ എന്നോട് പറഞ്ഞ കാര്യങ്ങളും നമുക്ക് ഇതിലെന്നൊക്കെ കാര്യങ്ങൾ ചെയ്യാമെന്നുള്ള കാര്യങ്ങൾ അതിലെനിക്ക് മനസ്സിലാക്കിക്കൊണ്ടാണ് ഞാനും ഇത് പൂർണ്ണമായിട്ട് ചെയ്യാമെന്നുള്ളൊരു ഇതിലോട്ട് വന്നത്. നിങ്ങൾ നേരിട്ട് ഇവര് എൻ്റെ തോട്ടം വന്ന് കണ്ടു അല്ലേ? അതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം? അത് എനിക്ക് നല്ല അഭിപ്രായം. ഞാൻ അവിടെ വന്ന് ഞാനും എൻ്റെ ഡ്രൈവറും കൂടെയാണ് വന്നത് തോട്ടം കാണാനായിട്ട്. ഞങ്ങളൊരു വന്നപ്പോഴത്തേക്ക് കുറച്ച് ഈവനിങ് 5:30 എന്നാലും ആ രണ്ട് സൈഡിലെയും വ്യത്യാസം, അതായത് സൗസാറിൻ്റെ തോട്ടത്തിൽ തന്നെ സൗസാർ അടിക്കാത്ത സൈഡുമുണ്ട്, അടിച്ച സൈഡുമുണ്ട്. എനിക്ക് ആ വ്യത്യാസം കണ്ടപ്പോഴത്തേക്ക് നല്ല വ്യത്യാസമായിട്ട് മനസ്സിലായി. അതുപോലെ തന്നെ സൗസാറിൻ്റെ തോട്ടത്തിൻ്റെ അതിർത്തിയിലുള്ള അടുത്ത ഇതിലുള്ള തോട്ടത്തിൽ കായില്ല. സൗസാറിൻ്റെ തോട്ടത്തിൽ നല്ല കായുണ്ട്. നമുക്ക് എനിക്ക് ആ വ്യത്യാസം കണ്ടിട്ട് മനസ്സിലായി. സൗസാർ ഉറൗണ്ട് അടിച്ചിട്ട് ഉറൗണ്ട് അടിക്കാതെ വന്നപ്പോഴുള്ള വ്യത്യാസവും എന്നെ കാണിച്ചു തന്നാൽ കണ്ടും എനിക്ക് മനസ്സിലായിട്ടുണ്ട് വ്യത്യാസങ്ങളൊക്കെ. അപ്പോൾ ആ വ്യത്യാസങ്ങൾ കണ്ടും സൗസാറിനെ കാട്ടിൽ കാ കിടക്കുന്ന കണ്ടിട്ടുമാണ് ഞാനിത് ഈ നമ്മുടെ തോട്ടത്തിലും ഇത് ചെയ്യാമെന്നുള്ളൊരു ഇതിലോട്ട് വന്നത്. ഇതിൻ്റെ ഒന്നാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ക്വാറന്റൈൻ പീരീഡ് ആയിക്കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്നാന്ന് വെച്ചാൽ ഇന്ന് പൊതുവേ കണ്ടുവരുന്ന ഒന്നാമത് ഇതിൻ്റെ പിന്നെ ത്രിപ്സിനെ നമ്മൾ കൺട്രോൾ ചെയ്യണം, അതുപോലെ തന്നെ വേരിനെ കൺട്രോൾ ചെയ്യണം, അതുപോലെ തന്നെ നിമാവരെ കൺട്രോൾ ചെയ്യണം. അതോടൊപ്പം തന്നെ നമുക്ക് പിന്നെ നീലിമക്കുണ്ട്, അതുപോലെ തന്നെ നമുക്കറിയാവുന്ന വേറെ അഴുകലുണ്ട്, അതുപോലെ തന്നെ നമുക്ക് അഴുകലുണ്ട്, കൊത്തഴുകലുണ്ട്, വേനലിനെ ഈ മാർഗങ്ങളെല്ലാം അവിടെ കൂട്ടി നമ്മൾ ഈ നമ്മുടെ ഒരു ടെക്നോളജിയുടെ ഭാഗമായിട്ട് അത് നമ്മൾ ഏത് തോട്ടത്തിലാണേലും അത് 100% വിജയത്തോടെ കാണിച്ചു കൊടുക്കും എന്ന് തെളിയിക്കാൻ വേണ്ടിയാണ് ഇവിടെ ആദ്യമായിട്ടൊരു വീഡിയോ നമ്മൾ ഇവിടെ ഇടുന്നത്. ആദ്യത്തെ വീഡിയോ മുതൽ ഇതിൻ്റെ എപ്പിസോഡുകൾ തുടർന്ന് എന്നും കാണുന്നതായിരിക്കും. അതിന് കാണിക്കുന്നതിന് എബിക്ക് സമ്മതമാണല്ലോ? കുഴപ്പമൊന്നുമില്ല. അത് ഇന്നത്തെ ഡേറ്റ് ഡേറ്റ് എത്രയാണ്? 26 മാർച്ച് മാസം, മൂന്നാമത്തെ മാസം, മാർച്ച് 3 അല്ല മാർച്ച് 26 അല്ലേ? മാർച്ച് 26 മൂന്നാം മാസമാണ്. അപ്പോൾ അത് ഇതിൻ്റെ തുടർന്ന് നമ്മളൊരു 1 മാസത്തിനുള്ളിൽ ബാക്കി ഇതിൻ്റെ വീഡിയോ നമ്മൾ ഇടുന്നതായിരിക്കും. അന്നേരം നിങ്ങൾ ഈ കാണുന്ന അവസ്ഥയിലാണോ തോട്ടമെന്ന് അന്നേരം നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്.